Hi friends, welcome back again to Flavors Cooking. Thank you for coming back. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വെരി കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം മസാല ദോശ. ഞാൻ രണ്ട് ടൈപ്പായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. ഒന്ന് മൈസൂർ മസാല ദോശയും പിന്നെ നമ്മുടെ കേരളത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മസാല ദോശയും. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ മൈസൂർ മസാല ദോശയിൽ നമ്മളൊരു എക്സ്ട്രാ സ്പൈസി ചട്നി ആദ്യം അതിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ചട്നി, ആ സ്പൈസി ചട്നി ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി ഈ സ്പൈസി റെഡ് ചട്നി വന്നിട്ട് കുറേ ടൈപ്സിൽ ഓരോരുത്തർ ഫോളോ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് വൺ ഓഫ് ദ മെത്തേഡാണ്. അതിൽ ഡിഫറെൻറ്റ് ഇംപ്രവൈസേഷൻസ് നമുക്ക് കൊടുക്കാം. ഇതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് പൊട്ടുകടലയാണ്. ഇതിനെ ചട്നി കടല എന്നും പറയും. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇടാം. നമുക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇടുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ചെറിയുള്ളിയാണ്. ഇനി ഇടേണ്ടത് ഒരു 3 ബിഗ് സൈസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 3 ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് നന്നായി മൂപ്പിച്ച ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്ക് റെഡ് ചില്ലി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 7-8 റെഡ് ചില്ലീസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരുത്തിക്കാം. ഒരുപാട് കരിയിക്കാണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ വഴറ്റി വെച്ച ഐറ്റംസ് എല്ലാം കൂടി നമ്മളൊരു മിക്സറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളവും മാത്രം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ബിക്കോസ് നമുക്കൊരു തിക്ക് പേസ്റ്റാണ് വേണ്ടത്. കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്കൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാല ഫില്ലിംഗ് ചെയ്യലാണ്. അത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഒരു 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഏത് കുക്കിംഗ് ഓയിലായാലും നോ പ്രോബ്ലം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ജീരകം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. നിങ്ങളുടെ ഉള്ളി ചെറുതാണെങ്കിൽ നമുക്ക് 2 ഉള്ളി എടുക്കാം. ബിക്കോസ് നമ്മളിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുക്കാൻ പോകുന്നത്. ഇനി ഉള്ളി വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ എരിവിനായിട്ട് മുളക് പൊടി യൂസ് ചെയ്യരുത്. ബിക്കോസ് അതിൻ്റെ കളർ ചേഞ്ച് ആവും. നമുക്ക് യെല്ലോ മസാലയാണല്ലോ വേണ്ടത്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. ബിക്കോസ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾക്കത് വ്യത്യാസം വരുത്താം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പൊട്ടേറ്റോ നേരത്തെ തന്നെ വേവിച്ച് വെക്കണം. വെള്ളം കൂടാതെ തന്നെ വേവിച്ച് വെക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ ഉപ്പിടുന്നുണ്ടെങ്കിൽ ഇവിടെ ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതിൽ നിങ്ങൾ ഉപ്പിടാണ്ട് വേവിക്കുകയാണെങ്കിൽ ഇതിലത്തെ ഉപ്പ് കറക്റ്റായി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് പൊട്ടേറ്റോ ആണ്. അത് വെള്ളം കൂടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോലോടെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നന്നായി വാഷ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലോട് കൂടി തന്നെ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോല് കളഞ്ഞ ശേഷം നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് എടുക്കണം. അങ്ങനെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുക. ബിക്കോസ് നമുക്ക് ഈ പീസസ് പോലെ കിടക്കുകയാണെങ്കിൽ മസാല നമുക്ക് ദോശയിൽ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തീരെ വെള്ളമില്ലാതെ ഈ മസാല ആക്കിയെടുക്കാൻ. അപ്പോൾ മഞ്ഞപ്പൊടിയുടെ നിങ്ങൾക്ക് കളർ ഇതിൽ കാണുന്നുണ്ടാവില്ല. ആക്ച്വലി അത് ലൈറ്റിൻ്റെ ആയിരിക്കും. ഇതങ്ങനെ ഇരുന്ന് വരുമ്പോൾ കുറച്ചുകൂടി യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ,
ഈ ഒരു സ്റ്റേജിൽ ഇതിൻ്റെ രുചി നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു. നമുക്കിനി ഇത് ജസ്റ്റ് കുറച്ച് മല്ലിയില, നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്നിട്ട് കുറച്ചൊരു ചൂടാറിയ ശേഷം നമുക്കിത് ദോശയിലോട്ട് ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് മൈസൂർ മസാല ദോശ പ്രിപ്പയർ ചെയ്യാം. എപ്പോഴും ദോശക്കല്ല് നന്നായി ചൂടായ ശേഷം അതിൻ്റെ ചൂട് ക്രമീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യം അതിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് ചൂടായി കിടക്കുന്ന ദോശത്തവയിലേക്ക് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അത് ചുരുണ്ട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ദോശത്തവ വെച്ച ശേഷം കുറച്ച് എണ്ണ പുരട്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം വേണം ദോശമാവ് ഇടാൻ. ഓക്കെ, ഇനിയിപ്പോൾ ദോശ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ റെഡ് ചട്നി ഈ ദോശയിലോട്ട് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, ആ റെഡ് ചട്നിയുടെ അളവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് അത് കുറച്ച് സ്പൈസി ആണല്ലോ. അപ്പോൾ ഒരുപാട് സ്പൈസി ഇഷ്ടമില്ലാത്തവർ ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട, ജസ്റ്റ് കുറച്ച് മാത്രം ഒന്ന് ആക്കിയാൽ മതി. സ്പൈസിനെസ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നന്നായിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ദോശ നന്നായി ഈ ടൈമിലൊക്കെ നമ്മൾ ഈ മസാല പേസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും ഇതെല്ലാം ആവുന്ന സമയത്ത് ഈ ദോശ മുരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം കൂടി കൺട്രോൾ ചെയ്യാൻ നോക്കണം. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ബിക്കോസ് ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്ത് വരുമ്പോഴേക്കും ദോശ കരിയരുതല്ലോ. കുറച്ച് എണ്ണ കൂടി സൈഡ്സിലൊന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല ഒരു സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി മസാല നമുക്ക് ചിലവർ സെൻറ്ററിൽ മസാല വെക്കുന്നവരുണ്ട്, എന്നിട്ട് അതായത് റോൾ ചെയ്തെടുക്കുന്നവരുണ്ട്. എങ്ങനെ ആയാലും നോ പ്രോബ്ലം. ഞാനൊരു സൈഡിൽ വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഒരു സൈഡിൽ ആവശ്യത്തിനുള്ള മസാല വെച്ച ശേഷം മുരിഞ്ഞ ദോശ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മൈസൂർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെയിം പ്രോസസ്സിൽ നമുക്ക് കേരള മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. സെയിം വേ നമ്മൾ ദോശ തവയിൽ കുറച്ച് വെള്ളവും എണ്ണയും ഒഴിച്ച് ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ, ഒരുപാട് തിക്കാവരുത് മാവ്. നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പാകത്തിൽ കുറച്ച് ലൂസായിട്ട് വേണം മാവ് കലക്കി വെക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മൈസൂർ മസാല ദോശയ്ക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് മതിയാവും. കുറച്ച് വലിയ ദോശക്കല്ലുള്ളവർ, എൻ്റെ അടുത്ത് ഈ ഒരു ദോശ തവ സൈസാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. കുറച്ച് വലിയ ദോശക്കല്ലുള്ളവർക്ക് നല്ല വലുതായിട്ട് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കയ്യിൽ മാവ് എടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ സൈഡ്സിൽ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഈ ദോശ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ അപ്പോഴേക്കും ആ സൈഡ്സ് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഇനി നമുക്ക് മസാല വെച്ച് ഒരു സൈഡിൽ മസാല വെച്ചിട്ട് നമ്മുടെ കേരള മസാല ദോശ റെഡിയാക്കിയെടുക്കാം. ദോശയുടെ സൈഡ്സ് നന്നായിട്ട് മൊരിച്ചെടുക്കണം. എൻ്റെ സ്റ്റവിൽ ഈ സൈഡിൽ കുറച്ച് ലോ ഫ്ലെയിമാണ്, അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ അതിൻ്റെ അടുത്ത് ബെൽ ഐക്കൺ കാണും, അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.